ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ ബാഴ്സലോണയുടെ മത്സരത്തെക്കുറിച്ചിട്ടാണ്. മൊണാക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരം 2-1 എന്നുള്ള സ്കോർ ലൈനാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ പരാജയപ്പെട്ടുള്ളത്. അതായത് ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ബാഴ്സലോണ തുടങ്ങിയിട്ടുള്ളത് ഒരു പരാജയത്തോട് കൂടിയിട്ടാണ്. നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്നുള്ളത്. ഇവിടെ ഇതിപ്പോൾ ഒരു പുതിയ ഫോമാറ്റാണ്, പുതിയ രീതികളാണ്. ഒരു മത്സരം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. 7 മത്സരങ്ങൾ ബാക്കിയുണ്ട്. മാത്രമല്ല ആദ്യ 24 വരുന്ന ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബാഴ്സലോണയോളം. തിരിച്ചു വരാൻ ഇഷ്ടംപോലെ സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ബാഴ്സലോണ ഈ മത്സരം പരാജയപ്പെട്ടത്? എവിടെയാണ് ബാഴ്സലോണയ്ക്ക് പിഴച്ചത്? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ടോക്കിംഗ് പോയിന്റ്സിലുണ്ട്. അതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഹാൻസി ഫ്ലിക്ക് ഇറയിലുള്ള ആദ്യത്തെ ഒഫീഷ്യൽ പരാജയമാണ് ബാഴ്സലോണ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. തുടക്കം ഗംഭീരമായിരുന്നു. 5 മത്സരങ്ങളിൽ 5ലും വിജയിച്ചിട്ടാണ് ബാഴ്സലോണ ഈ ഒരു മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇഞ്ചുറി പ്രശ്നങ്ങൾ ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഡാനി ഓൾമോയെ കൂടി ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പീക്കുകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് ഹാൻസി ഫ്ലിക്ക് വരുന്ന സാഹചര്യത്തിൽ. എന്തായാലും മൊണാക്കോക്കെതിരെ അവർ പരാജയം ഏറ്റുവാങ്ങുന്നു. ഇതേ സൈഡിനെതിരെ പ്രീ സീസണിൽ ബാഴ്സലോണ ഗാംപർ ട്രോഫിയിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു 3-0 എന്നുള്ള സ്കോർ ലൈൻ. പക്ഷേ അത് ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് പക്ഷേ ഒഫീഷ്യൽ മത്സരമാണ്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്. കാരണം 10ാമത്തെ മിനിറ്റിലാണ് ബാഴ്സലോണയ്ക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. പിന്നീട് മത്സരത്തിലെ 80 മിനിറ്റ് പ്ലസ് ഇഞ്ചുറി ടൈമിലെ സമയം മൊത്തം ബാഴ്സലോണയ്ക്ക് 10 പേരെ വെച്ച് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഇടങ്ങറ് പിടിച്ചൊരു പരിപാടിയാണ്. എളുപ്പമുള്ളൊരു കാര്യമല്ല, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ബാഴ്സലോണ 2-1 എന്നുള്ള സ്കോർ ലൈൻ പരാജയപ്പെട്ടു. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്? ആദ്യം തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരാണ് ശരിക്കും ബാഴ്സലോണയുടെ ഈ മത്സരത്തിലെ വിജയകുമാറായത്, അതായത് ചീറ്റിംഗ് സ്റ്റാർ ആയത്? അപ്പോൾ അത് റെഡ് കാർഡ് വാങ്ങിയ എറിക് ഗാർസിയ ആണോ? അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അപ്പോൾ ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. ആ റെഡ് കാർഡ് എറിക് ഗാർസിയക്ക് കിട്ടുന്നതിന് പ്രധാന കാരണക്കാരനായത് ടെർ സ്റ്റെഗൻ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ കീപ്പറാണ്. പുള്ളിക്കാരനാണ് ശരിക്കുള്ള ചീറ്റിംഗ് സ്റ്റാർ അല്ലെങ്കിൽ വിജയകുമാർ ഈ മത്സരത്തിൽ നിന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ടെർ സ്റ്റെഗൻ 32കാരനായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനറാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എറിക് ഗാർസിയ തൻ്റെ നാച്ചുറൽ പൊസിഷനിൽ ആയിരുന്നില്ല ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കണം. ശരിയാണ്, അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എറിക് ഗാർസിയക്കാണ് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിനെയും നമ്മൾ സംസാരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനർ ടെർ സ്റ്റെഗനാണ്. 32കാരനാണ്. ഇഷ്ടം പോലെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. എത്രയോ നാളായിട്ട് ബാഴ്സലോണയുടെ ആ ഒരു ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിക്കുന്നുണ്ട് ചങ്ങായി. ഇപ്പോൾ ഈ മത്സരത്തിലും ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിച്ചിട്ടുള്ളൊരു ചങ്ങായിയാണ്. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കാണാൻ സാധിച്ചില്ല ആ ഒരു അവസരത്തിൽ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എന്താണ് 10ാമത്തെ മിനിറ്റിൽ സംഭവിച്ചത്? നമുക്കറിയാം ഈ മൊണാക്കോ എന്ന് പറയുന്ന സൈഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൊണാക്കോയെക്കുറിച്ച് പഠിക്കുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംബന്ധിച്ചാൽ ആഡി ഹൂട്ടർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ കോച്ചിൻ്റെ കീഴിൽ അവർ നല്ലൊരു പ്രസ്സിംഗ് യൂണിറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിൽ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ എന്താണ് മൊണാക്കോയിൽ സംഭവിച്ചെന്നുള്ള കാര്യം കൂടി സംസാരിക്കണം. കഴിഞ്ഞ സീസണിൽ അവർ PSG തൊട്ടുപുറകിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സൈഡാണ്. തൊട്ടുപുറകിൽ എന്ന് പറയാൻ പറ്റില്ല, പോയിന്റ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തൊരു സൈഡാണ്. മാത്രമല്ല അവർ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ഹുട്ടർ എന്ന് പറയുന്ന മാനേജർ അവിടെ കാര്യമായിട്ടുള്ളൊരു പണിയെടുത്തിട്ടുണ്ട്. ഹുട്ടറിൻ്റെ കീഴിൽ ഈ മൊണാക്കോ സൈഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഏറ്റവും കൂടുതൽ ടേൺ ഓവറുകൾ കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ലീഗിൽ നടത്തിയിട്ടുള്ളത് മൊണാക്കോ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ആ ഒരു ഫൈനൽ തേർഡ് നല്ല രീതിയിൽ പ്രസ് ചെയ്യും, ടീമുകളെ പ്രസ് ചെയ്തിട്ട് ഓപ്പോസിഷൻ ടീമുകളുടെ അടുത്ത് ബോൾ വിൻ ചെയ്തിട്ട് ആ രീതിയിലൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും ബാഴ്സലോണയ്ക്കും അറിയാം. കാരണം സ്വാഭാവികമായിട്ടും ഹോംവർക്ക് നടത്തിയിട്ടുണ്ടാവും എന്താണ് മൊണാക്കോയുടെ രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ആഡി ഹുട്ടറിൻ്റെ തന്നെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആള് മുമ്പ് ബുണ്ടസ് ലീഗയിലൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഓസ്ട്രിയയിലൊക്കെ മാനേജ് ചെയ്തിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. സാൾസ്ബർഗിനൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാൾസ്ബർഗിന് ഓസ്ട്രേലിയ ബുണ്ടസ് ലീഗ ടൈറ്റിലൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം യങ് ബോയ്സിനെ മാനേജ് ചെയ്യാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നീണ്ടകാലത്തെ യങ് ബോയ്സിൻ്റെ കാത്തിരിപ്പിന്, അതായത് ടൈറ്റിൽ നേടുന്നതിൻ്റെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാസലിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ഡോമിനേഷന് ആ ഒരു അവസാനമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ആഡി ഹൂട്ടർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് 2017-18 സീസണിലാണ് സ്വിറ്റ്സർലാൻഡിലെ ചാമ്പ്യന്മാരായത് യങ് ബോയ്സ്. കൃത്യം പറഞ്ഞാൽ 1986 ശേഷമുള്ള യങ് ബോയ്സിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചങ്ങായി ചെയ്തിട്ടാണ് പിന്നെയാണ് അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നത്. ജർമ്മനിയിൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ അവിടെ മോശമില്ലാത്തൊരു പണിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്പെസിഫിക് സ്റ്റൈൽ ഓഫ് ഫുട്ബോളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇടയ്ക്ക് വെച്ച് യൂറോപ്പ ലീഗിൽ ആർസണലിനൊക്കെ അവർ പരാജയപ്പെടുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ബൊറൂഷ്യ മോൺഷൻഗ്ലാഡ്ബാക്കിൻ്റെ മാനേജറാകുന്നു. ബൊറൂഷ്യ മോൺഷൻഗ്ലാഡ്ബാക്കിൻ്റെ മാനേജറായിരിക്കുമ്പോൾ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ചങ്ങയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോക്കലിൽ ബയൺ മ്യൂണിക്കിനെ 5-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തിയിട്ടുള്ള ആ റിസൾട്ടാണ്. ഒരു ഗംഭീരമായിട്ടുള്ള റിസൾട്ടായിരുന്നു. പിന്നെയാണ് കഴിഞ്ഞ സീസണിൽ ചങ്ങായി മൊണാക്കോയിലേക്ക് വരുന്നത്. 2 വർഷത്തെ കോൺട്രാക്ട് മാത്രമേ ചങ്ങായി സൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മൊണാക്കോയിൽ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആഡി ഹുട്ടർ എന്ന് പറയുന്ന ഓസ്ട്രിയൻ കോച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ഈ ടർ സ്റ്റെഗൻ്റെ കലാപരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടർ സ്റ്റെഗന് കുറച്ച് ബുദ്ധിണ്ടായിരുന്നെങ്കിൽ അവിടെ ആരും പാസ് ചങ്ങായി പിക്ക് ചെയ്യില്ല. അതൊരു ബ്രെയിൻ ഫാർട്ട് മൊമെൻ്റ് ആണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന തരത്തിലൊരു സംഭവമാണോ? അല്ല. ഇടയ്ക്കും തലക്കൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് നമുക്ക് അറിയാം, നമുക്കതിനെ ന്യായീകരിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ ടർ സ്റ്റെഗനെ സംബന്ധിച്ചിടത്തോളം ടർ സ്റ്റെഗൻ്റെ കരിയറിൽ ഇപ്പം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഈവൻ ഷോർട്ട് സ്റ്റോപ്പിങ്ങിൽ കാര്യമായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ കുറച്ച് സേവുകളും കാര്യങ്ങളൊക്കെ ചങ്ങായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നടത്തിയതിന് ശേഷം ചങ്ങായി എന്ത് ചെയ്തു, അത് ഓവർകം ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവുകളിൽ മിക്കതും സേവബിൾ ആയിട്ടുള്ള ഷോട്ടുകൾ തന്നെയാണ്, അല്ലാതെ അൺബിലീവബിൾ സേവുകളൊന്നും ചങ്ങായി നടത്തിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റിംഗ് ടർ സ്റ്റെഗന് കാണിക്കുന്നുണ്ടാവും. കാരണം നമ്പർ ഓഫ് സേവ്സും കാര്യങ്ങളൊക്കെയാണ് അവർ അതിൽ നോക്കുക. നമ്മൾ കണ്ണുകൊണ്ട് കളി കാണുമ്പോൾ കാര്യങ്ങൾ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നും. അതാണ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ടർ സ്റ്റെഗൻ ആ റെഡ് കാർഡിൽ കാര്യമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുത്തുന്നു. പിന്നെ 2 ഗോളുകൾ ബാഴ്സലോണ കൺസിഡർ ചെയ്തതിൽ വേറെയും ഡിഫെൻസീവ് എറേഴ്സ് ഉണ്ട്. അതോടൊപ്പം ടർ സ്റ്റെഗൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ടർ സ്റ്റെഗനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വിന്നിങ് ഗോൾ പിന്നെ ഇലനിക്കാൻ അടിക്കുന്ന സാഹചര്യത്തിൽ അത് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഗോളിൽ ആൾ അനങ്ങിയിട്ട് പോലുമില്ല. ഇങ്ങനെ ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം അല്ല എന്നുള്ളതാണ്. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശരിയാണ്, ടർ സ്റ്റെഗൻ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഷാവിയുടെ കീഴിൽ ആ ഒരു ലാലിഗ വിന്നിങ് ക്യാമ്പയിനിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടർ സ്റ്റെഗനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കുറേ സേവുകളും കാര്യങ്ങളൊക്കെ ചങ്ങായി ആ സീസണിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സീസണുകളൊക്കെ ചങ്ങായിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംബീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിക്കണം എന്നുള്ള അംബീഷനൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതിന് പറ്റിയ ഒരാളാണോ ടർ സ്റ്റെഗൻ ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അല്ല, അതിന് പറ്റിയ ഒരാളല്ല. അതായത് നമുക്ക് ക്ലച്ച് മൊമെൻറ്റിൽ ഈ ആളിനെ നമ്പാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന പ്രശ്നം. അല്ലാതെ ടർ സ്റ്റെഗൻ വളരെ മോശം കീപ്പറാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നമ്പാൻ പറ്റില്ല. അങ്ങനെ നമ്പാൻ പറ്റാത്ത ഒരാളെ അല്ല ബാഴ്സലോണ അവിടെ വലകാക്കാനായിട്ട് വെക്കേണ്ടത്, അവരുടെ കപ്പിത്താനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ അവിടെ പല പ്ലേയേഴ്സിനും ബാഴ്സലോണ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇയാളെ പറഞ്ഞു വിടുന്നതിനെക്കുറിച്ചൊരു ചർച്ച പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അത്തരത്തിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ടർ സ്റ്റെഗൻ. അതായത് അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 1, ആരും ഇല്ല ആൾക്കെതിരെ കോമ്പീറ്റ് ചെയ്യാൻ പോലും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചെങ്ങായി സ്റ്റാർട്ട് ചെയ്യും. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ബാഴ്സലോണ വലകാക്കാൻ ടർ സ്റ്റെഗൻ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ എന്താണ് വളരെ ആ ഒരു പൊസിഷൻ ചെങ്ങായി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ഈ ഒരു ശൈലിയിൽ നിന്ന് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ടർ സ്റ്റെഗൻ അത്തരത്തിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന ഒരു ബോൾ പ്ലേയിങ് കീപ്പറാണെന്നാണ് വാദമെങ്കിൽ പോലും അതിന് പറ്റിയ രീതിയിൽ അദ്ദേഹം കളിക്കുന്നത്. ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ശരിയാണ്, ടർ സ്റ്റെഗൻ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അവസാനമായിട്ടുള്ള ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ടീമിൽ ടർ സ്റ്റെഗൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കണമെങ്കിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ടർ സ്റ്റെഗനെ വെച്ചിട്ട് സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ കംപ്ലീറ്റ്ലി ഒന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. ടോപ്പ് ചാമ്പ്യൻസ് ലീഗ് ടീമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചുള്ള ടീമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കീപ്പർമാർക്ക് കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ തിബോ കോർട്ടുവൊക്കെ എത്ര ക്ലച്ച് മൊമെൻറ്റിലാണ് അവർക്ക് വേണ്ടി ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ക്യാമ്പയിനിൽ മെൻഡി മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. ആലിസൺ ഇമ്പോർട്ടൻറ്റ് ഫിഗറായിരുന്നു. എഡേഴ്സൺ ഇമ്പോർട്ടൻറ്റ് ഫിഗറായിരുന്നു മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നമുക്ക് ഈവൻ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈവൻ കെയ്ലർ നവാസൊക്കെ എത്ര ഇമ്പോർട്ടൻറ്റ് ഫിഗറായിരുന്നു അവരുടെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ക്യാമ്പയിനിലൊക്കെ. അപ്പോൾ അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ടീമുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ കീപ്പർമാർക്ക് കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ അവിടെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ടർ സ്റ്റെഗൻ ഇപ്പോൾ അത്ര നല്ല ഒരു അസറ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയർ അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ ആദ്യം ലൈനപ്പിലേക്ക് പോകണം.
എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അറിയാൻ, എന്തുകൊണ്ട് എറിക് ഗാർസിയ ആ ഒരു പൊസിഷനിൽ വന്നു എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ ബാഴ്സലോണയുടെ ലൈനപ്പിൽ എറിക് ഗാർസിയ, കസേഡോ ആ ഒരു ഡബിൾ പിവോട്ടിൽ കളിക്കുന്നു. പെഡ്രിയെ റോം ചെയ്തിട്ട് ഒരു 10 റോൾ കളിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ലെഫ്റ്റിൽ റഫീന, റൈറ്റിൽ ലമീൻ യമാൽ എന്ന് പറയുന്ന വണ്ടർഫുൾ വേൾഡ് ക്ലാസ് പൊട്ടൻഷ്യൽ ഫുട്ബോളർ. സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി തന്നെ. ബാക്ക് ഫോറിൽ അലഹാൻഡ്രോ ബാൽഡെ, കൂണ്ടെ ഫുൾ ബാക്കുകളായിട്ട്, കുബാർസി, ഇനിഗോ മാർട്ടിനസ് സെൻറ്റർ ബാക്കുകളായിട്ട്, ടെർ സ്റ്റെഗൻ കീപ്പറായിട്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇഞ്ചുറീസ് പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ആ ഒരു പിവോട്ട് ഏരിയയിലാണ് കാര്യമായിട്ടുള്ള പ്രശ്നമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എറിക് ഗാർസിയയെ ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചത്. പക്ഷേ ഇത് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്, ഷാവി ടെസ്റ്റ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഹാൻസി ഫ്ലിക്ക് വീണ്ടും അത് ടെസ്റ്റ് ചെയ്യുകയാണ് ഈ ചങ്ങാനെ വെച്ചിട്ട്. അപ്പോൾ അത് ഫെയിലാകുന്ന ഒരു ദാരുണമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. അപ്പോൾ ഇവിടെ ഫ്ലിക്കിനോട് നമ്മൾ ഒരു കാര്യം ചോദിക്കണം, എന്തുകൊണ്ടാണ് ഫസ്റ്റ് റിസീവറായിട്ട് എറിക് ഗാർസിയയെ നിയമിച്ചതെന്നുള്ളതാണ്. അതായത് കീപ്പറിൻ്റെ അടുത്ത് നിന്നുള്ള ഫസ്റ്റ് റിസീവറായിട്ട്. അപ്പോൾ അത് പുള്ളിക്കാരൻ അത്തരത്തിൽ റിസീവ് ചെയ്ത് ടേൺ ചെയ്ത് പാസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല, അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വേണമെങ്കിൽ ഒരു ഡിസ്ട്രോയർ യൂസ് ചെയ്യാം, കാരണം ഒരു സെൻറ്റർ ബാക്ക് ആണല്ലോ നാച്ചുറലി ചങ്ങായി, ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്ക് ആണെന്നുള്ളതാണ് വാദം. പക്ഷേ ഈ റോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ്. അപ്പോൾ അവിടെ ഇനീഷ്യൽ റിസീവറായിട്ട് ചങ്ങായിനെ നിയമിച്ചത്, അതും എന്താണ് ഇത്രയും നല്ല പ്രസ്സിങ് ആയിട്ടുള്ളൊരു യൂണിറ്റിനെതിരെ, അത് മാനേജറുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു മോശം തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹാൻസി ഫ്ലിക്കിനെ ജഡ്ജ് ചെയ്യാനോ മാനേജർമാരെ ജഡ്ജ് ചെയ്യാനോ ഒന്നും നമ്മൾ ആരുമല്ല, അത് വേറെ കാര്യം. നമ്മളൊരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. ചില ആളുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയും, ഓ അവനാരാ, അവർ എവിടെ കിടക്കുന്ന ആൾക്കാരാണ്, നീ എവിടെ കിടക്കുന്ന ആളാണ്, നിനക്കിത് പറയാൻ എന്ത് അർഹത എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കളി കണ്ട് കളി പിന്നെ വീക്ഷിക്കുന്ന, കളിയെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനോട് വല്ലാത്ത ഭ്രമമുള്ള ആളുകൾ, അതിലൊരാൾ മാത്രമാണ് ഞാൻ. അല്ലാതെ എന്താണ് ഭീകരമായിട്ട് അനലൈസ് ചെയ്യുന്ന ആൾ ഒന്നുമല്ല. നമ്മൾ ഇതിൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. അപ്പം നമ്മൾ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രം, അത്രേ ഉള്ളൂ. ഇതിനെ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം, അനുകൂലിക്കാം, പ്രതികൂലിക്കാം, നോ പ്രോബ്ലം. അതൊക്കെ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ഡിസ്കഷൻ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു തീരുമാനം ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. പിന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് മുമ്പും ഇത്തരത്തിലൊരു ടേൺ ഓവർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഗോളിലോ കലാശിച്ചില്ല, വലിയ പ്രശ്നമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ടെർ സ്റ്റെഗൻ്റെ അടുത്ത് ബോളുണ്ട്, ടെർ സ്റ്റെഗൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇടത്തും വലത്തും ഓപ്ഷൻസ് ഉണ്ട് ചങ്ങായിനെ സംബന്ധിച്ചിടത്തോളം. കുബാർസിയും ഇനിഗോ മാർട്ടിനസും ആണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തായാലും അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഈ എന്താ പറയുക സെൻട്രൽ ഏരിയയിലൂടെ തന്നെ ബിൽഡ് ചെയ്യണമെന്നുള്ളത് എന്ത് വാശിപ്പുറത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മിന്നാമിനോ എന്ന് പറയുന്ന നമ്മുടെ പഴയ ലിവർപൂളിൻ്റെ താരം ഈ എറിക് ഗാർസിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗാർസിയക്ക് ബോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സൂയിസൈഡലായിട്ടുള്ള സംഭവമാണ്. സംഭവമാണ്. ടെർ സ്റ്റെഗൻ വെയിറ്റ് ചെയ്തിട്ട് അത് പുള്ളിക്കാരൻ തന്നെ കൊടുത്തു. അപ്പോൾ അവിടെ എന്താണ്, മിന്നാമിനോ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം ഇവർക്കറിയാം ഓൾറെഡി ഗാർസിയ ഒരു നാച്ചുറൽ DM അല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കളിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്ലെയർ അല്ല. പ്രസ് ചെയ്താൽ കിട്ടും, ഓൾറെഡി നല്ല പ്രസ്സിങ് യൂണിറ്റാണ്. പ്രസ് ചെയ്യുന്നു, വിൻ ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ എന്താണ് എറിക് ഗാർസിയയുടെ നാച്ചുറൽ റിയാക്ഷൻ, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ആ ഒരു ഗോളാകാൻ സാധ്യതയുള്ള ആ ഒരു സിറ്റുവേഷനെ തടയുക എന്നുള്ളതാണ്. അതിന് പുള്ളിക്കാരൻ്റെ കാല് ടാങ്കിൾ ചെയ്യുന്നു, അങ്ങനെ അത് വീഴുന്നു. പിന്നെ റെഫറി ആദ്യം എടുത്തിട്ട് യെല്ലോ കാർഡാണ് കൊടുത്തത്, അത് പുള്ളിക്കാരൻ്റെ മിസ്റ്റേക്ക്. പിന്നെ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കി. അത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആണ്, ഒന്നും ചെയ്യാനില്ല. ഗോൾ സ്കോർ ചെയ്യുന്നൊരു ഓപ്പർച്യൂണിറ്റി പ്രിവെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബാഴ്സലോണ പോലെയുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോള് അവിടെ വീണ് കഴിഞ്ഞാൽ പോലും ഇനിയും എന്താണ് ആ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ടെർ സ്റ്റെഗനെ ബീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ബീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്, പക്ഷെ എന്നാൽ പോലും ബീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി അഥവാ ബീറ്റ് ചെയ്താൽ പോലും ഇഷ്ടംപോലെ മിനിറ്റ് ബാക്കിയുണ്ട്, 80 മിനിറ്റുള്ള സെഞ്ചുറി ടൈം ബാക്കിയുണ്ട്. അപ്പോൾ 1-0 ഡൗൺ ആകുന്നതാണോ ബെറ്റർ, അതോ എന്താണ് 1 men ഡൗൺ ആയിട്ട് 0-0 നിൽക്കുന്നതാണോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം? എന്നെ സംബന്ധിച്ചിടത്തോളം 1-0 ആകുന്നതാണ്, തിരിച്ചു വരാൻ പറ്റും. ഹാൻസി ഫ്ലിക്കിൻ്റെ സൈഡാണ്, അത്തരത്തിൽ ക്വാളിറ്റി പ്ലെയേഴ്സ് ഫോർവേഡ് ഏരിയയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഗാർസിയൻ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അത്തരത്തിൽ ലോജിക്കലായിട്ടൊന്നും ചിന്തിക്കില്ല, ഇമോഷണലായിട്ടാണ് ചിന്തിക്കുക. പിന്നെ ഇൻസ്റ്റിങ്ക്റ്റാണ് അവിടെ നടന്നത്. ആ പെട്ടെന്നുള്ള റിയാക്ഷനാണ്, അതിൽ വീഴ്ത്തുന്നു. മിനാമിനെ ഒന്നും ചെയ്യാനില്ല. അല്ലാതെ ആ ബോൾ മിസ്സായിട്ടുള്ള സാഹചര്യത്തിൽ അയ്യോ ഇനി 80 മിനിറ്റ് ബാക്കിയുണ്ട്, 1v1 ആണ്, പിന്നെ എന്താണ് ഒരു ഗോൾ വീണാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതൊന്നും ആ സമയത്ത് ചിലപ്പോൾ മനസ്സിലൂടെ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പിന്നെ എറിക് ഗാർസിയെ കുറ്റം പറയാമെന്നുള്ളൂ, പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോൾ ഇൻ്റർനാഷണൽ മത്സരമാണെങ്കിലും നമ്മുടെ നാടൻ കണ്ടം കളിയാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യും. അത് ഇൻസ്റ്റിങ്ക്റ്റാണ്. പിന്നെ അത്രയും ബുദ്ധിമാനായിരിക്കണം, അത് ഭയങ്കര കുറവല്ലേ.
അത്രയും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എല്ലാ കണക്കൂട്ടലുകളും തലക്കുള്ളിലൂടെ നടക്കണം, അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവിടെ അങ്ങനെ ബാഴ്സലോണ 10 പേരായിട്ട് ചുരുങ്ങുന്നു. ആ സിറ്റുവേഷനിൽ ഗോൾ കൺസീഡ് ചെയ്തില്ല. പക്ഷേ കാര്യങ്ങൾ ഇടങ്ങറാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ട്വീക്ക് ചെയ്തത്? പ്ലെയറിനെ ഒന്നും മാറ്റിയില്ല ഹാൻസി ഫ്ലിക്ക്. പകരം കസോഡയ്ക്കൊപ്പം പെഡ്രിയെ കുറച്ചുകൂടെ ആ ഒരു താഴോട്ട് കൊണ്ടുവരുന്നു, ആ ഒരു പിവോട്ട് ഏരിയയിൽ കൊണ്ടുവരുന്നു. പിന്നെ എന്താണ് റഫീന്യ ആ ഒരു 10ഉം ലെഫ്റ്റ് വിങ്ങും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ലെവൻഡോസ്കി, ലമീൻ യമാൽ ആ ഒരു സെൻറ്റർ ഫോർവേഡും റൈറ്റിലും ആയിട്ട്. അപ്പോൾ ലമീൻ യമാൽ റൈറ്റിൽ വിട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, സ്വിച്ചുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ചങ്ങായി ശൈലി ഒന്നും മാറ്റിയില്ല എന്നുള്ളതാണ്. ശൈലിക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവരുടെ ആ ഒരു ശൈലി തന്നെ കളിക്കാൻ ശ്രമിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഹൈലൈനും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നു. അത് ബ്രേവും കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മൊണാക്കോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് എന്താണ് ഭീകരമായിട്ടുള്ള XG ക്രിയേറ്റ് ചെയ്യാനോ ഭീകരമായിട്ടുള്ള ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഈ മത്സരത്തിൽ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു ചോദ്യം വരിക, അങ്ങനെയാണെങ്കിൽ 11 പേര് വെച്ച് ബാഴ്സലോണ കളിച്ചിരുന്നെങ്കിൽ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് വേറെ ആയിപ്പോയിരുന്നില്ലേ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം 11 പേരെ വെച്ച് കളിച്ചിരുന്നെങ്കിൽ, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യമാണ്, ബാഴ്സലോണ ഈ മത്സരത്തിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുമായിട്ട് തിരിച്ച് ക്യാമ്പ് നൂവിലേക്ക് പോവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 10 പേരെ വെച്ചിട്ട് കളിച്ച ബാഴ്സലോണ പോലും മൊണാക്കോക്ക് അത്ര എളുപ്പത്തിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല. ശരിയാണ്, ബാഴ്സലോണ ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്, അല്ലാതെ ലോ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. മാത്രമല്ല ബാഴ്സലോണ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റ് ചെയ്തതിനൊക്കെ നമുക്ക് ബാഴ്സലോണ ക്രെഡിറ്റ് കൊടുക്കണം. പക്ഷേ പല താരങ്ങളുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. അത് ആ ഒരു 10 പേരെ വെച്ച് ചുരുങ്ങിയുള്ള സാഹചര്യത്തിൽ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട സാഹചര്യമുണ്ട്. ഗോളുകൾ കൺസീഡ് ചെയ്ത രീതി നോക്കുമ്പോൾ അത്തരത്തിലുള്ള എക്സ്ട്രാ എഫേർട്ടുകൾ നമുക്ക് ആ ഗോളുകൾ തടയുന്നതിൽ ഈ ബാഴ്സലോണ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല. അതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ മൊത്തം ഈവൻ 10 പേര് വെച്ചിട്ടുള്ള ഈ മത്സരത്തിലെ പൊസഷൻ സ്റ്റാറ്റ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 56% പൊസഷൻ മൊണാക്കോക്ക് ഉണ്ടായപ്പോൾ 44% പൊസഷൻ ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു 10 പേര് വെച്ചിട്ടും. അപ്പോൾ അത് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ അവർ പൊസഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്താൻ സാധിച്ചില്ല. ആകെ 4 അറ്റംപ്റ്റുകളെ ബാഴ്സലോണ നടത്തിയിട്ടുള്ളൂ. ഒരെണ്ണം മാത്രമേ ടാർഗറ്റിൽ അടിച്ചിട്ടുള്ളൂ. അത് ഗോളായിട്ടുള്ള ഒരു സംഭവം. പക്ഷേ അവർക്ക് നിയർലി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ 10 പേരെ വെച്ചിട്ട് പോലും. മാത്രമല്ല 1-0 പുറകിലായതിനു ശേഷം അവർ തിരിച്ചു വന്ന മത്സരത്തിലേക്ക് ലമീൻ യമാലിൻ്റെ ബ്യൂട്ടിഫുൾ ഗോളിലൂടെ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കണം. അതൊക്കെ ആ ഒരു മെൻറ്റാലിറ്റിയുള്ള ഷിഫ്റ്റ് നമുക്ക് ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം, പോസിറ്റീവായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് അവർക്ക് സെക്കൻഡ് ഹാഫിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ വന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഫൈറ്റ് ചെയ്യാനുള്ളൊരു ത്വര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ടീമിൽ നിന്ന്. ഈ ടീമിന് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. കസാഡോ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ടാണ്. പക്ഷേ കസാഡോക്കൊക്കെ തല ഉയർത്തി തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് പോകാൻ പറ്റും. ബാഴ്സലോണയുടെ ബെസ്റ്റ് പ്ലെയർ കസാഡോ ആയിരുന്നു. ശരിയാണ്, ലമീൻ യമാൽ ബ്യൂട്ടിഫുൾ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ടച്ചസും കാര്യങ്ങളൊന്നും ചങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കസാഡോ ഏറ്റവും കൂടുതൽ ടച്ചസ് ബാഴ്സലോണയ്ക്ക് വേണ്ടി മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് കസാഡോ ആണ്. കസാഡോ വാസ് ബ്രില്യൻറ്റ്. ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ ലാലീഗയിൽ പെഡ്രിക്ക് കൊടുത്തുള്ള ഒരു അസിസ്റ്റ് അത് ഭീകരമായിരുന്നെങ്കിൽ ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റാണ്. അതൊരു ത്രൂ ബോൾ ആയിരുന്നെങ്കിൽ ഇതൊരു ലോങ് ബോളാണ്, ഒരു ലോഫ്റ്റഡ് ബോൾ. അപ്പോൾ അത്തരത്തിൽ കസാഡോ ഒരു ബ്രില്യൻ്റ് അഡീഷനാണ്. ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കിമ്മിച്ച് മോൾഡിലേക്ക് ചെങ്ങായിനെ മാറ്റിയെടുക്കാൻ ഒരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കസാഡോയും ബാഴ്സലോണയുടെ പിന്നെ ബി ടീമിനൊക്കെ വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ റൈറ്റ് ബാക്കൊക്കെ ആയിട്ട് കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. കിമ്മിച്ചും ആ രീതിയിൽ റൈറ്റ് ബാക്കായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും കസാഡോ മേജർ പോസിറ്റീവായിരുന്നു, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പെഡ്രി ഒരു പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു മൊണാക്കോയുടെ. അങ്ങനെ ലെവൻഡോസ്കിയെ പിക്ക് ചെയ്യുന്നു. ലെവൻഡോസ്കി തിരിച്ച് പെഡ്രിക്ക് കൊടുക്കുകയാണ്. പെഡ്രി ആണോ കസാഡോ ആണോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. റഫീനിയയുടെ റണ്ണ് പിക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ അത് ഡിഫൻഡർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. സലീസോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ലെവയിലേക്കാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ലെവ പെട്ടെന്ന് തന്നെ തൻ്റെ ലെഫ്റ്റോട് റൺ ചെയ്തിട്ടുള്ള റഫീനെ പിക്ക് ചെയ്യണം. അപ്പോൾ റഫീനിയുടെ അടുത്ത് ബോളുണ്ട്. റഫീനെ ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. അദ്ദേഹത്തിന് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യാൻ അദ്ദേഹം മടിച്ചു. അത് മതിയായിരുന്നു സിൻഗോ എന്ന് പറയുന്ന ഐവറി കോസ്റ്റ് ഫുൾ ബാക്കിന് പിന്നെ ബോക്സിലേക്ക് വന്നിട്ട് അവിടെ ആ റിക്കവറി ടാക്കിൾ നടത്താനായിട്ട്. ഈ സിൻഗോ ഒക്കെ ആ റൈറ്റ് സൈഡിൽ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ നല്ല രീതിയിൽ കളിക്കുന്നു. അറ്റാക്കിൽ ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അലഹാൻഡ്രോ ബാൽഡേക്ക് നല്ല ഇടങ്ങറ് സൃഷ്ടിക്കുന്നു. അത് സിൻഗോ മാത്രമല്ല, ആ ഒരു ഏരിയയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന അക്ലിയോഷ്, ഫ്രഞ്ചുകാരനാണ്, 22 വയസ്സ് മാത്രമേ പറയാനുള്ളൂ. ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂ ആണ് നടത്തുന്നത്. ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത്. അങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ആ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. 10 പേര് വെച്ചിട്ടാണ് ആ ഒരു ചാൻസ് ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ
എംബോളോയുടെ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട് ടെർ സ്റ്റെഗൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറ്റംപ്റ്റ്. അതിൽ കൃത്യമായിട്ടും എംബോളൊക്കെ നല്ലൊരു ഷോട്ട് അടിക്കാൻ സാധിച്ചാൽ നേരെ ടെർ സ്റ്റെഗൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അക്ലിയോഷ് എങ്ങനെയാണ് ഗോൾ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാഴ്സലോണ ഹൈലൈന് കീപ്പ് ചെയ്യാണ്, ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് ഒരു ഡയഗണൽ ബോൾ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. അക്ലിയോഷ് അത് മനോഹരമായിട്ട് കൺട്രോൾ ചെയ്ത് താഴോട്ട് ഇറക്കുന്നു. എന്നതിന് ശേഷം ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു 10 പേര് വെച്ചിട്ടാണ് ബാഴ്സലോണ ഉള്ളത്. അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ബാഴ്സലോണയുടെ താരങ്ങൾ, വിങ്ങർ ആണെങ്കിലും മിഡ്ഫീൽഡർ ആണെങ്കിലും. ഇപ്പോൾ പെഡ്രി ഉണ്ട്, റഫീനിയ ഉണ്ട്, അലഹാൻഡ്രോ ബാൾഡെ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ സിൻഗോ എന്ന് പറയുന്ന ഫുൾ ബാക്ക് ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് നടത്തുന്നുണ്ട്. അപ്പോൾ അലഹാൻഡ്രോ ബാൾഡെ സംബന്ധിച്ചോളം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. സിൻഗോയുടെ അടുത്തേക്ക് പോകണോ അതോ ഇനി ഈ അക്ലിയോഷിൻ്റെ റണ്ണ് തടയണോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് പുള്ളിക്കാരുള്ളത്. പെഡ്രി എന്ന് പറയുന്ന മിഡ്ഫീൽഡർ അവിടെ ശരിക്കും ആളുടെ ബോൾ വിന്നിങ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത്തരത്തിലൊരു ബോൾ വിന്നർ അല്ല പെഡ്രി. ശ്രമിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഒരു ബോൾ വിന്നറേ അല്ല. റഫീനിയ അവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഈ പ്ലെയറിനെ, പക്ഷേ റഫീനിയും കാര്യമായിട്ടൊരു എഫേർട്ട് ഇടുന്നില്ല. അക്ലിയോഷ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈസിലി കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു, നിയർ പോസ്റ്റിലേക്ക് അടിക്കുന്നു, ഗോളാകുന്നു. ടെർ സ്റ്റെഗൻ അനങ്ങാതെ നിൽക്കുന്നു. സ്റ്റാച്യു എന്ന് പറഞ്ഞ പോലെ അനങ്ങിയിട്ടില്ല പുള്ളിക്കാരൻ. അപ്പം അങ്ങനെ വളരെ ഈസിലി മൊണാക്കോ അവിടെ ലീഡ് എടുക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. കാരണം ബ്യൂട്ടിഫുൾ ഗോളാണ്. ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂവിൽ തന്നെ ചങ്ങായി ഗോൾ അടിക്കാൻ സാധിച്ചു. പിന്നെ എങ്ങനെയാണ് ബാഴ്സലോണ ഈക്വലൈസർ നേടുന്നത്? ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് കസേഡോ ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ് ലമീൻ യമാലിലേക്ക്. ലമീൻ യമാൽ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ. അപ്പോൾ ഇത്തവണ വാൻഡേഴ്സൺ എന്ന് പറഞ്ഞ ബ്രസീലിയൻ ഫുൾ ബാക്ക് ഈ തൂങ്ങിയിറങ്ങി വരുന്ന ബോളിൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ശരിയായിരുന്നില്ല. അത് നേരെ ലമീനിലേക്ക് പോകുന്നു. ലമീൻ്റെ ഫസ്റ്റ് ടച്ച് ബ്രില്യനാണ്. ലമീൻ എന്നിട്ട് കട്ട് ഇൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ സലീസു എന്ന് പറയുന്ന ഡിഫൻഡറൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ഏരിയയാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് അദ്ദേഹം നല്ലൊരു ഷോട്ട് അടിക്കുന്നു നിയർ പോസ്റ്റിലേക്ക്. ഇത്തവണ ഈ മൊണാക്കോയുടെ കീപ്പർ ചാടി നോക്കി, ടെർ സ്റ്റെഗനെ പോലെ സ്റ്റാച്ചു ആയിരുന്നില്ല, ചാടി നോക്കി, പക്ഷേ ലമീൻ യമാലിൻ്റെ ഷോട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ബാഴ്സലോണ ഈക്വലൈസർ നേടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. ലമീൻ യമാൽ അഗെയിൻ ഷോയിങ് ഹിസ് ക്ലാസ്. അദ്ദേഹത്തിൻ്റെയും ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂ ആണ്, അതിൽ തന്നെ ഗോൾ അടിച്ചിരിക്കുകയാണ് ഈ 18-കാരൻ. എന്താണ് എവറി മാച്ചിൽ ചങ്ങായിയുടെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു കാര്യമായിട്ട് മാറി. ഇപ്പം അത് ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ലമീൻ യമാലിനെ കാണുമ്പോൾ ഇതിപ്പോൾ എന്താ ഈ പ്രായത്തിൽ തന്നെ ഇജാതി കളിയോ ആ രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ മത്സരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, 4 ഗോളുകളും 4 അസിസ്റ്റുകളും. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് യൂറോപ്പിലുള്ളത് ഏർലിംഗ് ഹാലൻഡിന് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പെഡ്രിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ലെഫ്റ്റിലേക്കുള്ള ഒരു സ്വിച്ച് നമ്മൾ കാണുക അലഹാൻഡ്രോ ബാൾഡയിലേക്ക്. എന്നിട്ട് ബാൾഡെ റഫീനിയെ പിക്ക് ചെയ്യുന്നു. റഫീനിയ അത് ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചാണ് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, പക്ഷെ അത് ഡിഫ്ലക്ട് ചെയ്തിട്ട് അലഹാൻഡ്രോ ബാൾഡയിലേക്ക് വന്നു വീഴാണ്. ഡിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കെയോസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, കീപ്പറും ഡിഫൻഡറൊക്കെ തമ്മിൽ. അങ്ങനെ ബാൾഡയുടെ റൈറ്റ് ഫുട്ടിലാണ് വന്നു വീണത്. പുള്ളിക്കാരൻ്റെ സ്വിങ് അത്ര കൃത്യമായിട്ട് അതിന് അത് ഹിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ബാഴ്സലോണ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ ലീഡ് വീണ്ടെടുക്കാനായിട്ട്. അപ്പോൾ അത് ഒരു ഹാഫ് ചാൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഫ്രീ കിക്ക് നമ്മൾ കാണാണ് മൊണാക്കോയുടെ ഭാഗത്തു നിന്ന്. അത് സലീസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്താംപ്ടനൊക്കെ വേണ്ടി കളിച്ചുള്ള ചങ്ങായിയാണ്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് നമുക്കൊക്കെ അറിയുന്ന ചങ്ങായി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ നീട്ടി കാല് വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു കോൺടാക്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അപ്പം തന്നെ ബാഴ്സലോണ രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്തേനെ. ഫസ്റ്റ് ഹാഫ് കഴിയുന്നു 10 അറ്റംപ്റ്റുകളാണ് മൊണാക്കോയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. 5 ടാർഗറ്റിലേക്ക് അടിച്ചു. ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് 2 അറ്റംപ്റ്റുകൾ, 1 ടാർഗറ്റിലേക്ക് അടിച്ചു. പക്ഷേ 0.63 XG മാത്രമേ മൊണാക്കോ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഒറ്റ ബിഗ് ചാൻസ് മാത്രമേ അവർ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അത് അവർ മിസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല 10 പേര് വെച്ചിട്ടും. അവർ ഓവർ പ്ലേ ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. അവരുടെ പാസിംഗ് സീക്വൻസ് ഒക്കെ നല്ലതാണ്, പക്ഷേ ആ ഒരു ഫൈനൽ തേർഡിലേക്കുള്ള ത്രൂ ബോൾ കൊടുക്കുമ്പോഴൊക്കെ അതൊന്നും അത്ര മെച്ചമില്ലാത്ത സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു മൊണാക്കോയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിച്ചത്? സെക്കൻഡ് ഹാഫിൽ 8 അറ്റംപ്റ്റിലാണ് മൊണാക്കോ നടത്തി. അതിൽ 3 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. ബാഴ്സലോണയുടെ ഭാഗത്ത് 2 അറ്റംപ്റ്റുകൾ, അതിലൊന്നും അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചില്ല. മൊത്തം 18 അറ്റംപ്റ്റുകൾ മൊണാക്കോ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. 4 അറ്റംപ്റ്റുകൾ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന്. ടെർ സ്റ്റെഗൻ്റെ നല്ലൊരു ഡെലിവറി നമ്മൾ കാണുകയാണ്. അതായത് ലോഫ്റ്റഡ് ബോൾ ആ ഒരു സെൻട്രൽ ഏരിയയിൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കൂണ്ടേക്ക് കൊടുക്കുകയാണ് ഈ പ്രസ്സിൻ്റെ മുകളിലൂടെ. കാരണം മൊണാക്കോയുടെ പ്രസ് മികച്ചതാണല്ലോ. അപ്പോൾ ആ പ്രസ്സിനെ മറികടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ലോങ് ബോൾ കൊടുക്കണം. അത്തരത്തിൽ കുറേ ലോങ് ബോളുകൾക്കുള്ള ശ്രമം ബാഴ്സലോണയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബോൾ ഇത്തവണ നല്ല രീതിയിൽ കൂണ്ടയുടെ അടുത്തേക്ക് നിന്നു. കൂണ്ടെ അത് ലമീനോട്, ലമീൻ്റെ ഫ്ലിക്ക് ബ്യൂട്ടിഫുൾ ഫ്ലിക്കാണ് പെഡ്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. പെഡ്രി എന്നിട്ട് റൈറ്റ് സൈഡിൽ റൺ ചെയ്തിട്ടുള്ള കൂണ്ടയെ പിക്ക് ചെയ്യുന്നു. കൂണ്ടയുടെ നല്ല ഓവർലാപ്പിംഗ് റൺ അവിടെ ഉണ്ട്. കൂണ്ടയുടെ ആ ഒരു ബോക്സിലേക്കുള്ള ക്രോസ് അത് നിയർലി റഫീനിയയിലേക്ക് എത്തി. റഫീനിയ കാല്
വെച്ച് നോക്കി, പക്ഷേ നേരെ കീപ്പറിലേക്കാണ് പോയത്. കാല് അതിനകത്ത് ഫൗളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഹാഫ് ചാൻസ് ആയിട്ട് ബാഴ്സലോണയെ സംബന്ധിച്ചോളം പറയാം. അവിടെ ടെർ സ്റ്റെഗൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നല്ലതായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വാൻഡേഴ്സിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നുള്ള ഒരു അറ്റംപ്റ്റ് അത് ടെർ സ്റ്റെഗൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലോഗനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹുട്ടർ. അങ്ങനെ ഈ ബാലോഗൻ ശരിക്കും ബാഴ്സലോണയ്ക്ക് ഇടങ്ങറുണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 71ാമത്തെ മിനിറ്റിലാണ് ആ വിന്നിംഗ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എലിനിക്കാൻ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ കെമ്പോളെ പിൻവലിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹുട്ടർ. വേറെയും ചേഞ്ചസ് ചെങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എലിനിക്കാനെയാണ് ആ വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാഴ്സലോണയുടെ അടുത്തായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത്. റഫീനിയയുടെ ലെവൻഡോസ്കി കൊടുത്തിട്ടുള്ള പാസ് അത് കെയർലെസ് ആയിട്ടുള്ളൊരു പാസ്സായിരുന്നു. അങ്ങനെ അത് വാൻഡേഴ്സിലേക്കാണ് ബോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വാൻഡേഴ്സിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബാഴ്സലോണ ഹൈലൈനാണ് കീപ്പ് ചെയ്യുന്നത്, നമുക്കറിയാം. ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അങ്ങനെ തന്നെയാണ് അവർ കളിച്ചിട്ടുള്ളത്. അങ്ങനെ ലോങ് ബോൾ കൊടുക്കുന്നു, ഒരു ഓവർ ദ ടോപ്പ് ബോൾ കൊടുക്കുന്നു. കുബാർസി പിന്നെ ആ ഒരു സെൻട്രൽ ലൈൻ്റെ അടുത്തേക്ക് കയറി നിൽക്കുന്നുണ്ട്. അവിടെ കുബാർസി എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നല്ലൊരു റൺ എലിനിക്കാന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബോൾ നേരെ എലിനിക്കാനയിലേക്ക് വന്ന് വീഴുന്നു. എലിനിക്കാന 1v1 സിറ്റുവേഷനാണ്. എലിനിക്കാനയുടെ നല്ല പവർഫുൾ ഷോട്ടാണ്. പക്ഷേ ടെർ സ്റ്റെഗൻ അവിടെ എന്ത് ഷോട്ട് സ്റ്റോപ്പിംഗ് ആണ് ചെയ്യുന്നത് ഒരു പിടുത്തമില്ല. പവർഫുൾ ഷോട്ടാണ് ഈ നൈജീരിയൻ യങ്സ്റ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. പക്ഷേ സ്റ്റിൽ ടെർ സ്റ്റെഗൻ അവിടെ ബെറ്റർ ആയിട്ട് അവിടെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണമായിരുന്നു. എന്തായാലും അത് വലയിലേക്ക് പോകുന്നു, അങ്ങനെ ഗോളാകുന്നു. എലിനിക്കാനെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആളുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു. അതിൽ തന്നെ ഗോൾ അടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ ബലഗൻ ശരിക്കും ഇടങ്ങറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ 1-2 അറ്റംപ്റ്റുകൾ നമ്മൾ കണ്ടു. ടെർ സ്റ്റെഗൻ ഒരു നിയർ പോസ്റ്റ് സേവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സേവബിൾ ആയിട്ടുള്ള സംഭവം തന്നെ. പിന്നെ ഒരു പെനാൽറ്റി ബാഴ്സലോണ കൺസീഡ് ചെയ്തു നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു 87ാമത്തെ മിനിറ്റിൽ. അത് പിന്നീട് VR ചെക്ക് ചെയ്തിട്ട് പെനാൽറ്റി അല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബലഗൻ ഇനിഗോ മാർട്ടിനസിനെ അനായാസമായിട്ട് പേസ് കൊണ്ട് ബീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ബോക്സിലേക്ക് കട്ട് ഇൻസൈഡ് ചെയ്ത് വരുന്നു. ഇനിഗോ മാർട്ടിനസ് ചങ്ങനെ ഫൗൾ ചെയ്തു എന്നുള്ളതായിരുന്നു റഫറിയുടെ ആദ്യത്തെ വാദം. പക്ഷേ പിന്നീട് പുള്ളിക്കാരൻ തന്നെ സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അവിടെ ഒരു ഫൗൾ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. അവിടെ ബോളാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിഗോ മാർട്ടിനസ്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു റൈറ്റ് കോളാണ് അവിടെ റഫറിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അങ്ങനെ അവിടെ ആ ഒരു പെനാൽറ്റി കൊടുക്കാത്ത സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പിന്നെ ലേറ്റായിട്ട് ആൻസു ഫാറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി നമ്മുടെ ഹാൻസി ഫ്ലിക്ക്. അതിന് മുമ്പ് കുറേ ചേഞ്ചസ് ചങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു. ഫെറാൻ ടോറസിനെ കൊണ്ടുവന്നു, ജെറാഡ് മാർട്ടിനെ കൊണ്ടുവന്നു, ഡൊമിംഗസിനെ കൊണ്ടുവന്നു, പാബ്ലോ ടോറയെ കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി നോക്കി. അപ്പോൾ ഇതിൽ പെഡ്രി ഈ സീസണിൽ ആ ഒരു 8 റോളിൽ ലെഫ്റ്റ് സൈഡ് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡീപ്പായിട്ട് കളിച്ചിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സംബന്ധിച്ചോളം അത്ര നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോൾ വിന്നിങ് എബിലിറ്റി അത്ര മികച്ചതല്ല പെഡ്രിയുടേത്. അത് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. പിന്നെ കൂണ്ടെ അത്ര മികച്ച രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നത്. കൂണ്ടെയൊക്കെ ശരിക്കും ഇപ്പോൾ ബെൻ സഗീറൊക്കെ ഇടങ്ങറാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. മൊറോക്കൻ ചെങ്ങായിയാണ് പുള്ളിക്കാരൻ. പിന്നെ 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നല്ല രീതിയിലുള്ള ട്രിക്കി പേസി വിങ്ങറാണ്. ഇടങ്ങറുണ്ടാക്കിയിട്ടുണ്ട്. കുബാർസി ഏരിയൽ ഡ്യൂലുകളിലൊക്കെയുള്ള ചെങ്ങയുടെ ജഡ്ജ്മെൻറ്റ് അത്ര പോരാ. നല്ല ബോൾ പ്ലേയിങ് സെൻ്റർ ബാക്കാണ്. നമുക്കറിയാം ഡിഫെൻഡിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് 10v11 ആയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് മത്സരത്തെ ആ രീതിയിൽ വിലയിരുത്താൻ പറ്റുള്ളൂ. ഒരു 11v11 എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇൻഡിവിജ്വൽ ഡ്യൂലുകളൊക്കെ നഷ്ടപ്പെടുത്തുന്നതിനൊക്കെ നമുക്ക് ഈവൻ 10v11ലും പിന്നെ എന്താ പറയുക അനലൈസ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹാൻസി ഫ്ലിക്ക് വിചാരിച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ 10 പേര് വെച്ച് ഒക്കെ ചുരുങ്ങുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിലൊക്കെ ചിലപ്പോൾ ടാക്ടിക്സിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ചില മത്സരങ്ങൾ റിസൾട്ടുകൾ കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ഫിലോസഫിയിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടാകും. ഇപ്പോൾ എന്താണ് മൊണാക്കോ ഗോൾ അടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഹൈലൈനെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇനി 7 മത്സരങ്ങൾ ബാക്കിയുണ്ട്. വറിയിങ് ടൈംസ് ഒന്നുമല്ല, ഒറ്റ മത്സരം മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. അത് മാത്രമല്ല അതിൽ റെഡ് കാർഡ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാക്ടർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇഞ്ചുറീസ് അവരെ കാര്യമായിട്ട് അലട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഹാൻസി ഫ്ലിക്കിൻ്റെ ശൈലി കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ശൈലിയാണ്. അപ്പോൾ അതിൽ ഈ പ്ലേയേഴ്സിൽ ഫറ്റീഗ് സീസൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ വരും. കാരണം ഒരുപാട് മത്സരങ്ങളാണ് അവർ കളിക്കുന്നത്. അതോടൊപ്പം ഇഞ്ചുറീസും വരുന്ന സാഹചര്യത്തിൽ എന്താണ് കാര്യമായിട്ട് റൊട്ടേറ്റും ചെയ്യാൻ പറ്റില്ല. ആരെ പിടിച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക? ലാമാസിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനൊരു കണക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഇഞ്ചുറി പറ്റിയ പ്ലേയേഴ്സൊക്കെ തിരിച്ചു വരണം പെട്ടെന്ന്. എന്നാൽ മാത്രമേ ബാഴ്സലോണയോളം അവർക്ക് അവർ വിചാരിച്ച രീതിയിലൊരു സീസണായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ പോലും നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി ചാമ്പ്യൻസ് ലീഗിലുള്ള റിസൾട്ടുകൾ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടിൽ നിന്ന് അവർക്ക് പിന്നെ എന്താ പറയുക ഒരു റിയാക്ഷൻ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്.
പരാജയപ്പെടുന്നത് പ്രശ്നമല്ല, പരാജയത്തിൽ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്ക് VRL നിന്നുള്ള മത്സരത്തിനായിട്ട് കാത്തിരിക്കാം. ഗുഡ് ബൈ.